CPM ജില്ലാ സമ്മേളനത്തിന് സംഭാവന നൽകാതെ ഇന്ധനം നിറയ്ക്കാൻ അനുവദിക്കില്ല എന്ന് യൂണിയൻകാരന്റെ ഭീഷണി. CITU യൂണിയൻകാരനാണ് ഈ ഭീഷണി മുഴക്കിയത്. കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിലാണ് സംഭവം. തിരുവനന്തപുരത്തെ പമ്പിലേക്ക് ഇന്ധനം നിറയ്ക്കാൻ എത്തിയ ടാങ്കർ ലോറി കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിലെ ഇന്ധന സംഭരണശാലയിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. പാർട്ടി സംഭാവനയ്ക്കായി 5000 രൂപ നൽകണമെന്നാണ് ആവശ്യം. പണം ചോദിച്ച് CITU നേതാവായ ബാബു ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ സംഭാഷണം പമ്പുടമയായ അശ്വിൻ പുറത്തുവിട്ടു. അത് കേൾക്കാം. കൂടുതൽ വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുകയാണ്. നവമി, എന്താണ് CITU യൂണിയൻ നേതാവായ ബാബു തിരുവനന്തപുരത്ത് നിന്ന് വന്ന പമ്പുടമയോട് ആവശ്യപ്പെടുന്നത്? പെട്രോൾ കൊണ്ടുപോകുവാൻ, ഇന്ധനം കൊണ്ടുപോകുവാൻ സമ്മതിച്ചിട്ടുണ്ടോ ഇപ്പോൾ? മഞ്ജുഷ, ഇന്ന് രാവിലെയോട് കൂടിയായിരുന്നു ഈ പ്രവാസിയായിട്ടുള്ള അശ്വിന് ഇത്തരത്തിലൊരു ഭീഷണി വന്നിരിക്കുന്നത്. ഈ കാണുന്ന ലോറിയാണ് അശ്വിന്റെ തിരുവനന്തപുരത്തേക്കുള്ള പമ്പിലേക്ക് കൊണ്ടുപോകേണ്ടത്. ഈ ലോറിയിലാണ് ഇന്ധനം നിറയ്ക്കാൻ അനുവദിക്കാതെ ഈ CITU നേതാവായിട്ടുള്ള ബാബു തടഞ്ഞിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആദ്യം 10000 രൂപയാണ് ആവശ്യപ്പെട്ടത്. അത് പാർട്ടി സമ്മേളനത്തിന് വേണ്ടി സംഭാവന നൽകണമെന്ന് ആവശ്യപ്പെട്ടു. താനും പാർട്ടിക്കാരനാണ്, പക്ഷേ ഇത്തരത്തിലൊരു സംഭാവന പിരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എന്ന് തിരിച്ചു ചോദിച്ചപ്പോഴാണ് എന്നാൽ 5000 രൂപ പാർട്ടിക്ക് സംഭാവനയായി 5000 രൂപയെങ്കിലും വേണമെന്ന് പറഞ്ഞു. തന്റെ പക്കൽ ഇപ്പോൾ 5000 രൂപയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അങ്ങനെയാണെങ്കിൽ ഇന്ധനം നിറയ്ക്കാൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിർദ്ദേശം, അതൊരു ഭീഷണി തന്നെ ഈ ബാബുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒന്നാമത്തെ ടോക്കൺ നമ്പർ കിട്ടിയ ലോറിയാണ് ഇത്. ഉച്ചയ്ക്ക് മുൻപ് തിരുവനന്തപുരത്ത് എത്തേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇന്ന് രാവിലെ വരെ പെട്രോൾ നിറയ്ക്കാനുള്ളത് മാത്രമേ ഇപ്പോൾ ശാലയിലുള്ളൂ, അവിടെ പെട്രോൾ പമ്പിലുള്ളൂ. പക്ഷേ ഇത് തിരുവനന്തപുരത്തേക്ക് എത്താത്തിടത്തോളം സമയം ആ ഉച്ചയ്ക്ക് ശേഷം അവർക്ക് പെട്രോൾ ഇല്ല. അങ്ങനെ വലിയൊരു സാമ്പത്തിക നഷ്ടം തന്നെ ഉണ്ടാകുമെന്ന് കൂടി ഈ പ്രവാസിയായിട്ടുള്ള ഈ അശ്വിൻ പറയുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആദ്യം ഈ അശ്വിൻ പറയുന്നത് പ്രകാരം MP ആയിട്ടുള്ള റഹീമിനെ ഇക്കാര്യം വിളിച്ച് അറിയിക്കുന്നുണ്ട്. റഹീം ഇടപെട്ട് എത്രയും വേഗം ഈ പമ്പ്, ഈ ടാങ്കറിൽ ഇന്ധനം നിറയ്ക്കാൻ അനുവദിക്കണമെന്ന് CITU നേതാക്കളെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. പിന്നീട് വീണ്ടും അശ്വിനെ ഈ ബാബു വിളിച്ചിട്ട് വീണ്ടും പറയുന്നു, തനിക്ക് പാർലമെന്റിൽ പിടിപാടുണ്ടല്ലേ, അങ്ങനെയാണെങ്കിൽ ഈ ലോറിയിൽ ഇന്ധനം നിറയ്ക്കുന്നത് ഞാൻ കാണിച്ചു തരാൻ, നിന്നെ അനുവദിക്കില്ല എന്ന് തന്നെ വീണ്ടും കർശനമായി ഭീഷണിപ്പെടുത്തുന്നു. പിന്നീട് വീണ്ടും അശ്വിൻ, നിസ്സഹായനായ അശ്വിൻ പല പാർട്ടി നേതാക്കളെയും CPM നേതാക്കളെയൊക്കെ വിളിച്ച് ഇടപെട്ട MLA മാരെ ഉൾപ്പെടെ ഇടപെട്ടിട്ടാണ് ഇപ്പോൾ മാക്സി MLA വിളിച്ചു പറഞ്ഞതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ലോറിയിൽ ഇന്ധനം നിറയ്ക്കാൻ അനുമതി നൽകിയത്. അങ്ങനെ ഒരു CITU നേതാവിന്റെ ഭീഷണിയെ തുടർന്ന് നിസ്സഹായ അവസ്ഥയിലായിരിക്കുന്ന ഒരു പാവപ്പെട്ട പ്രവാസിയാണ് ഇക്കാര്യം നമ്മളോട് വ്യക്തമാക്കിയത്. ഇപ്പോൾ ആ ഓഡിയോ കേൾക്കാം. എന്താണ് CITU യൂണിയൻ നേതാവായ ബാബു പമ്പുടമയായ അശ്വിനെ ഭീഷണിപ്പെടുത്തിയ വാചകങ്ങൾ? അതിലേക്ക്. അല്ലാതെ നിങ്ങളല്ലേ പറഞ്ഞത്, ഞാനാണ് പറഞ്ഞത്, നിങ്ങളുടെ പറഞ്ഞത്. അത്രയുള്ള പ്രശ്നമൊന്നുമില്ല. അല്ല ചേട്ടാ, ഇപ്പൊ നിങ്ങൾ വണ്ടി കയറ്റിക്കോ, എന്തോ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഞാൻ ചേട്ടനെ ഉച്ചയ്ക്ക് മുമ്പേ വിളിച്ച് പറയാന്നാ പറഞ്ഞത്. പറയുന്നു നിങ്ങൾക്ക് പറയാം, എന്താ തെറ്റാന്നുള്ളതാണോ പറയാ വിഷയമുള്ള. അല്ല ചേട്ടാ, ഞാൻ ചോദിച്ചിട്ട് എത്ര പറ്റുമെന്ന് നമുക്ക് അറിഞ്ഞിട്ട് ഞാൻ മാനേജറോടോ ചോദിച്ചിട്ട് ഞാൻ കാര്യം ചേട്ടനോട് വിളിച്ച് പറയാം എത്ര തരാൻ പറ്റുമോ എന്നുള്ളത്. അല്ലെന്ന് അത് പറഞ്ഞു കേട്ടാ എന്റെ കുഴപ്പമില്ല. കുളിക്കാൻ പോകാനുണ്ട്. ചേട്ടൻ കുളിക്കുന്നത് സമ്മതിച്ചു. ഞാൻ വണ്ടി അവിടെ ലോഡില്ലാതെ കിടക്കുക. വണ്ടി എനിക്ക് പോയിട്ട് കാര്യമുണ്ട്, ഇതുകൊണ്ട് കാര്യമുള്ള ഇങ്ങനെ വർത്താനം പറഞ്ഞ് കാര്യം പറഞ്ഞിരിക്കാൻ നേരമില്ല. ചേട്ടാ, എനിക്ക് കാര്യമില്ലായിട്ടാണോ ഞാൻ ചേട്ടനെ വിളിക്കുന്നത്? നിങ്ങൾ കാര്യം പറഞ്ഞാൽ പറയുന്നത് അല്ലെങ്കിൽ ചേട്ടൻ ഇപ്പൊ ഡ്രൈവറിന്റെ ഇപ്പൊ ഡ്രൈവറിന് ഞാനൊരു 1000 രൂപ കൊടുത്തേക്കാം. 1000 രൂപയാണ് ഒരു വണ്ടി കയറുമ്പോ പാർട്ടിക്ക് ഡൊണേഷൻ കൊടുക്കാൻ. അതിന്റെ അതൊരു അവർക്ക് അനാഥപ്പുഴയ്ക്ക് മേടിച്ചു കൊടുക്കാറുന്നില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞില്ലേ ഒന്നും ഉണ്ടാകുമ്പോഴല്ല. പാർട്ടിക്ക് ഞാൻ ചേട്ടന് ചിന്തിക്കാവുന്ന കൂടുതൽ ഡൊണേഷൻ ഞാൻ കൊടുക്കുന്നുണ്ട് ചേട്ടാ. അതല്ല ഇങ്ങനെ ഞാൻ എങ്ങനെ ഒരുപാട് വണ്ടി അവിടെ ഈ സാറിനൊക്കെ കാണുന്നുണ്ട് എന്നായാലും പറഞ്ഞാൽ അവരിപ്പോ അതിന് പാർട്ടിക്ക് ഒരു ഡൊണേഷൻ കൊടുക്കും. ഞാൻ എല്ലാം കൊടുക്കുന്നുണ്ട് ചേട്ടാ. എന്റെ സാഹചര്യം ചേട്ടൻ ഇപ്പൊ അറിയാത്തത് കൊണ്ടാ ചേട്ടൻ ഇങ്ങനെ. ഓരോ പ്രശ്നങ്ങളിലൊക്കെ ഈ പറഞ്ഞ മുതലാളികാരും
ഒരാളും ഇവിടെ വന്ന് കാണാനില്ല. ഞങ്ങൾ എല്ലാം അങ്ങനെ തന്നെ ഇവിടെ ഇടപെട്ട് വന്ന ഈ കമ്പനിക്കാരുടെ പ്രശ്നം ഉണ്ടാക്കാൻ നമ്മൾ കഴിക്കും. ഇപ്പൊ ആസാദത്തിന്റെ പ്രശ്നം ഉണ്ടായിട്ടും നമ്മ തന്നെ പോയതും സംസാരിച്ചു. അതൊക്കെ നിങ്ങൾ അറിയണില്ല. ആസാദസ് ഇല്ലാണ്ട് അങ്ങും വണ്ടി ഒന്നും ഓടിക്കാൻ പറ്റില്ല. പറഞ്ഞ ഉണ്ടായിട്ട് കഴിയില്ല. അതൊക്കെ ഇതിനൊക്കെ എല്ലാത്തും സംഘടന സമരം ചെയ്യാനും പല കാര്യങ്ങളും. ചേട്ടാ, സംഘടന സമരം ചെയ്യുന്നതിനും എടുക്കുന്നതിനും ഒക്കെ ഞാൻ എല്ലാത്തിനും കൂടെ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ എന്റെ സാഹചര്യം ചേട്ടൻ അറിയാത്തതുകൊണ്ടാണ് ചേട്ടൻ നാട്ടിൽ നിന്നിട്ട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ? ഓരോ കാര്യത്തിനാണ് വില. കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ? നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് ചേട്ടാ. ഇപ്പോഴത്തെ എന്റെ സാഹചര്യം മോശമായോണ്ടാണ് ഞാൻ പറയുന്നത്. ചേട്ടൻ അറിയാത്തതുകൊണ്ടാണ്. ഇപ്പൊ നമുക്ക് പമ്പ് ഉണ്ടെന്നേ ഉള്ളൂ, സാഹചര്യം മോശമായതുകൊണ്ടാണ് പറയുന്നത്. പ്രവാസിയായ അശ്വിനാണ് തിരുവനന്തപുരത്തെ പമ്പുടമ. അവിടെ നിന്നുള്ള ലോറിയാണ് ഇന്ധനം നിറയ്ക്കുന്നതിനു വേണ്ടി കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിലെ ഇന്ധന സംഭരണശാലയിൽ എത്തിയത്. ടോക്കൺ നൽകിയിരുന്നു രാവിലെ തന്നെ. എന്നാൽ ഇന്ധനം നിറച്ചു നൽകാൻ വിസമ്മതിക്കുകയായിരുന്നു. CPM സമ്മേളനത്തിന് പിരിവ് നൽകണം എന്നായിരുന്നു CITU യൂണിയൻ നേതാവായ ബാബുവിന്റെ ആവശ്യം. ഗതികെട്ടിട്ടാണ് ഈ ഒരു സംഭാഷണം അശ്വിൻ പിന്നീട് പുറത്തുവിട്ടത്. നവമി, ഇപ്പോൾ ഇത് പരാതിയായതിനു ശേഷം എന്താണ് അവിടുത്തെ അവസ്ഥ? ടാങ്കർ ലോറിയിൽ ഇന്ധനം നിറയ്ക്കുവാൻ സമ്മതിച്ചിട്ടുണ്ടോ ഇപ്പോൾ? മഞ്ജുഷ, ഇത് വാർത്തയായതിന് പിന്നാലെ ഈ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ഇതിലൊരു ഇന്ധനം നിറയ്ക്കാൻ അനുമതി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, നമ്മളിവിടെ വന്നതിന് ശേഷം ഈ CITU നേതാവ് ബാബുവുമായി ബന്ധപ്പെട്ടിരുന്നു. ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ബാബുവിന്റെ ഓഫീസ്. പക്ഷേ ഈ മാധ്യമപ്രവർത്തകർ ഇവിടെ എത്തിയെന്ന് അറിഞ്ഞ സമയത്ത് തന്നെ ബാബു ഇവിടെ നിന്ന് വണ്ടിയെടുത്ത് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അത് മനസ്സിലായി. ഇത് പ്രശ്നം ഇനി ഗുരുതരമാണ്. നേതാക്കളൊക്കെ ഇടപെട്ട സാഹചര്യത്തിൽ, മാധ്യമപ്രവർത്തകരൊക്കെ ഇത് വാർത്തയാക്കുന്ന സാഹചര്യത്തിൽ പ്രശ്നം ഗുരുതരമാണെന്ന് മനസ്സിലാക്കിയ ബാബു ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണെന്ന് തന്നെ നമുക്ക് പറയാം. പിന്നീട് വിളിച്ച സമയത്ത് പോലും ബാബു ഫോൺ എടുക്കാനും തയ്യാറായിട്ടില്ല. എന്തായാലും ഈ ഇന്ധനം നിറയ്ക്കാൻ വേണ്ടിയിട്ട് അനുമതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ധനം നിറച്ചതിന് ശേഷമാണ് ഈ ലോറി ഇപ്പോൾ പുറത്തേക്ക് ഇട്ടിരിക്കുന്നത്. ഇതിന്റെ ഡ്രൈവർ ഇപ്പോൾ പുറത്തേക്ക് വരും. നമുക്ക് അയാളോട് തന്നെ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യാം. എന്തായാലും ഒരു CITU നേതാവിന്റെ ഒരു ധാർഷ്ട്യം അല്ലെങ്കിൽ ഒരു ഭീഷണിക്ക് ഇരയാകേണ്ടി വന്ന ഒരു പാവം പ്രവാസിയാണ്. പ്രവാസിയുടെ ശബ്ദമാണ് നമ്മളിപ്പോൾ കേട്ടത്. ശരി, നോമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും CITU യൂണിയൻ നേതാവ് അവിടെ നിന്ന് മുങ്ങിയിരിക്കുകയാണ്. CPM സമ്മേളനത്തിന് പണം നൽകിയില്ലെങ്കിൽ ഇന്ധനം നിറച്ച് നൽകില്ല എന്നായിരുന്നു പെട്രോൾ പമ്പ് ഉടമയോട് ഭീഷണിയായിട്ട് പറഞ്ഞിരുന്നത്. അവസാനം നേതാക്കൾ ഇടപെട്ടു. ഇത് വിഷയമാകുമെന്ന് കണ്ടതോടുകൂടി യൂണിയൻ നേതാവ് അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്.